നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഞ്ചരിക്കുകയാണ്. അവിടുത്തെ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളും കൂടെയുണ്ട്. ആ അവസരത്തിലതാ ഇത് ഹാദത്ത് ബിഹി ഫഖാദത്ത് തുൽഖി, ആ വാഹനം നബിയെയും കൊണ്ട് ചെരിയുകയാണ്. ആ വാഹനം ഇളകി തുള്ളുകയാണ്. ആ മൃഗം അതാ എന്തോ കണ്ട് പേടിച്ചതുപോലെ, എന്തോ കേട്ട് പേടിച്ചതുപോലെ ആ മൃഗം വിരളി പിടിച്ചിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങി. അത് നബി തങ്ങളെ മറിച്ചിട്ടേക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ മൃഗം ആടിക്കളിക്കാൻ തുടങ്ങുകയാണ്. ആ പ്രദേശത്തെത്തിയപ്പോ അന്നേരം അതാ പരിസരത്ത് നോക്കുമ്പോ 5 അതോ 4 അതോ 6 ഖബറുകൾ കാണുന്നുണ്ട്. അത്രയും ഖബറുകളുടെ ഇടക്കാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖുബൂർ, ഈ ഖബറാളികളെ പറ്റി ആർക്കാണ് വിവരമുള്ളത്? ആർക്കാ അവരെ പറ്റി അറിയാ? ഈ ഖബറിൽ മറമാടപ്പെട്ട ആളുകളെ പറ്റി ആർക്കെങ്കിലും വല്ലതും അറിയോ? സഹാബത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, അനാ നബിയെ, എനിക്കറിയാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിയുന്നു, ഫമത്താ മാത ഹൗലാ, ഇവരെങ്ങനെയാണ്, എപ്പോഴാണ് മരണപ്പെട്ടത്? അതാ സഹാബി പറയുകയാണ്, മാതൂ ഫിൽ ഇശ്റാഖ്, അവർ ശിർക്ക് ചെയ്തവരായിരിക്കെ മരിച്ചവരാണ്. മുശ്രിക്കീങ്ങളുടെ ഖബറാണ്, ശിർക്ക് ചെയ്യുന്നവരുടെ ഖബറാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹാദിഹിൽ ഉമ്മ, ഇദാ ഈ സമുദായം അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ആ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്നു അട്ടഹാസം, ഞാൻ കേൾക്കുന്നു സഹാബിമാരെ. ഖബർ ശിക്ഷ ഞാൻ കാണുന്നു സഹാബിമാരെ, ഞാനത് കേൾക്കുന്നു സഹാബിമാരെ. ഫലൗലാ അല്ലാ തദാഫനൂ, നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഖബറടക്കപ്പെടാതെ പോയേക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഞാൻ അല്ലാഹുവോട് തേടുക തന്നെ ചെയ്യുന്നു. അൻയുസ്മിയകും മിൻ അദാബിൽ ഖബറിൽ ലദീ യസ്മഉ മിൻഹു, ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങളെയും ഒന്ന് കേൾപ്പിക്കാൻ, അല്ലാഹുവേ നീ ഇവരെയും ആ ശിക്ഷയൊന്ന് കേൾപ്പിക്ക് എന്ന് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനതെന്റെ റബ്ബിനോട് ചോദിക്കാത്തത് എന്താണെന്നോ, നിങ്ങളെങ്ങാനും ഞാൻ കേൾക്കുന്നത് കേട്ടാൽ പിന്നെ നിങ്ങളിൽ ഒരു കുട്ടിയെപ്പോലും നിങ്ങൾ ഖബറിൽ വെക്കൂല. അത്ര ഭീകരമാണ് ഖബറിന്റെ അനുഭവങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മറ്റൊരിക്കലതാ പ്രവാചകൻ തന്നെ അതാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദമാ ഗറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചൊരു മഗ്രിബിന്റെ നേരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിക്കിറങ്ങിയതാണ്. അപ്പോഴതാ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കര ശബ്ദം റസൂലുള്ള കേൾക്കുന്നു. ഫസമിയ സൗതാ, ഭയങ്കര അട്ടഹാസം ശബ്ദം കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബത്തിനോട് പറയുന്നു, എന്താ പറയുന്നത്? അതാ യഹൂദി അതാ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്കിത് കാണാനാവില്ല, നമുക്കിത് കേൾക്കാനാവില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മാരകമായ ഭീകരമായ ഒരവസ്ഥയാണ് ഖബറിൽ വരാനുള്ളത്. രക്ഷ വേണോ? മരണത്തിന്റെ മുമ്പേ ചിന്തിച്ചോളണം. വിശ്വാസം നന്നാക്കണം, കർമ്മം നന്നാക്കണം. എല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ കരുത്ത്, വലിയ രൂപത്തിലുള്ള സൂക്ഷ്മത ഉണ്ടെങ്കിലല്ലാതെ ഈ ഭീകരമായ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിലൊക്കെ നമ്മൾ റബ്ബിനോട് അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ അത് പ്രാർത്ഥിച്ച് സലാം വീട്ടാറാണ് പതിവുള്ളത്. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിക്കുന്നു നമ്മൾ. പക്ഷേ എത്ര പേരത് ചോദിച്ചത് മനസ്സറിഞ്ഞിട്ടാണ്? ഇതാ ഇന്ന് മഗ്രിബ് നിസ്കരിച്ച് പിരിഞ്ഞപ്പോഴും സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മളൊക്കെയും ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എത്ര പേരത് മനസ്സറിഞ്ഞു പറഞ്ഞു? എത്ര പേരത് മനസ്സിൽ തട്ടി പറഞ്ഞു?
അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് ആശയം ചിന്തിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളത് പറയാൻ തയ്യാറായാലേ നമുക്ക് ഖബറിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ, ശിക്ഷ ഒഴിവാക്കപ്പെടുകയുള്ളൂ. അതിനനുസരിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലല്ലാതെ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നീ അല്ലാഹയാണ് റബ്ബെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറഞ്ഞോ, പിന്നെ നീ നേരെ ചൊവ്വേ അതനുസരിച്ച് തന്നെ അങ്ങ് ജീവിക്കുകയും ചെയ്തേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് പറഞ്ഞില്ലേ? ആ വസിയ്യത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തിയാൽ ഭീകരമായ ഒരവസ്ഥ തരണം ചെയ്യാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.